എല്ലാവർക്കും വൈകിട്ട് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദീപാവലിയെക്കുറിച്ചാണ്. ദീപാവലി വരുവാണല്ലേ. എന്താണ് ദീപാവലിയുടെ പ്രത്യേകത? ദീപാവലി എന്നാൽ നമ്മൾ വടക്കേന്ത്യയിലാണ് കൂടുതലും ആഘോഷിച്ച് കാണുന്നത്. രണ്ട് രീതിയിൽ കാണാറുണ്ട്. ഒന്ന് ദേവി അസുരനെ നിഗ്രഹിച്ച ദിവസമായിട്ടും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര സ്വാമി രാവണനെ വധിച്ച ദിവസമായിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫിലോസഫി എന്താണ്? ദേവത, അതായത് ഈ വിജയമാണ്, ധർമ്മത്തിൻ്റെ വിജയം. അധർമ്മത്തിൻ്റെ മുകളിൽ ധർമ്മത്തിൻ്റെ വിജയത്തെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ചുരുക്കം പറഞ്ഞാൽ. നോക്കൂ, ദീപാവലി എന്ന് പറയുമ്പോൾ വളരെ ആഘോഷമാണല്ലേ, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദീപാവലി സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പുറമേ ആഘോഷിക്കാറുണ്ടല്ലേ, പാട്ടും ഡാൻസും നിറയെ സ്വീറ്റ്സ് വെച്ചിട്ടും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആചരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാധന, പൂജ ചെയ്യുക, ഉപാസന ചെയ്യുക എന്ന് പറയുന്നത്. സ്വീറ്റ്സൊക്കെ വെച്ച് നമ്മൾ പൂജയും ചെയ്യണം. എന്തിനാണ് പൂജ ചെയ്യാൻ പറയുന്നത് ഈ സമയത്ത്? നോക്കൂ, ദീപാവലിയുടെ അടുത്ത ദിവസമാണ് അമാവാസി വരുന്നത്. അന്ന് വൈകിട്ട് മുതൽ അമാവാസി തുടങ്ങും, രാവിലെ എല്ലാം അമാവാസിയുണ്ട്. അമാവാസിയുടെ പ്രത്യേകത എന്താണ്? അമാവാസിയുടെ സമയത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ ഒരു ബലം കുറഞ്ഞു വരുന്ന സമയമാണ്. എന്നാൽ പൗർണമി ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതായത് മനോബലം കൂടിക്കൂടി വരും, ചന്ദ്രൻ്റെ കല വർദ്ധിച്ചു വരുന്ന ദിവസം. അതേസമയം അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ കല കുറഞ്ഞു വരികയാണ്. ആ സമയത്ത് നമുക്ക് മനോബലം വർദ്ധിക്കുവാനായിട്ട് ഉപാസന വളരെ അത്യാവശ്യമാണ്. മനോബലം വർദ്ധിക്കുന്നതിനാണ് ഉപാസന ചെയ്യുന്നത്, സാധന അനുഷ്ഠിക്കുന്നത്. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിനെ നമ്മുടെ വരുതിയിലാക്കുക എന്നുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകുക എന്നുള്ളത്. നിരന്തരമായിട്ടുള്ള ഉപാസനയിലൂടെ മന്ത്രജപത്തിലൂടെയാണ് ഇത് സാധ്യമാവുക. അതിനായിക്കൊണ്ട് നമ്മൾ ഈ ദീപാവലി കാലഘട്ടത്തിൽ ഈ സമയത്ത് നമ്മൾ കൂടുതൽ പൂജ ചെയ്യുകയും ഉപാസിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായ ഫിലോസഫി അനുസരിച്ച് ഏത് പൂജ വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് മഹാലക്ഷ്മി പൂജ. കമല എന്ന ഉയർന്ന ഭാവത്തിലിരിക്കുന്ന മഹാത്രിപുരസുന്ദരി കമല എന്ന ഭാവത്തിലുള്ള മഹാലക്ഷ്മീനെയാണ് ആ സമയത്ത് കൂടുതൽ പൂജിക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് അവനവൻ്റെ വീട്ടിലിരുന്ന് പൂജ ചെയ്യണം. അവിടെ പൂജ സംഭവിക്കുന്ന നമ്മുടെ ഉള്ളിലാണ്. വളരെ ശക്തമായിട്ട് നമ്മളുടെ മനസ്സിന് മനോബലം ഉണ്ടാവുകയും അമാവാസിയോടനുബന്ധിച്ച് നമ്മളുടെ മനോബലം കൂടുകയും അതുപോലെ തന്നെ ദീപാവലി വളരെ വൈബ്രൻ്റ് ആവുകയും ചെയ്യുന്നു. എപ്പോഴും എനർജറ്റിക്കായിട്ട് നമ്മളെ നിലനിർത്താൻ, നമ്മളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ. ദീപാവലിയെ സംബന്ധിച്ച് ഓണം പോലെയാണ്, അത് ഇന്ന റിലീജിയനല്ല. എന്തിനാണ് ദീപാവലി എന്ന് ആദ്യമേ പറഞ്ഞു. ദേവതയാണ് ജയിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ദേവിയാണ്, രാമനാണ് ജയിക്കുന്നത്. ഈ ദേവിയും രാമനൊക്കെ നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ്, ദേവത ഗുണമാണ്. ദേവത ഈശ്വരൻ നമ്മളുടെ ഡിഫറൻസ് എല്ലാം ഒരു സീരീസ് പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്നായിട്ട് ദീപാവലി ഫിലോസഫി അനുസരിച്ചുകൊണ്ട്, ഉപാസന ചെയ്തുകൊണ്ട്, സാധന അനുഷ്ഠിച്ചുകൊണ്ട് വളരെ ആഘോഷകരമാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.